ഉലമാക്കൾ, അമ്മപങ്കന്മാർ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്റും ആഘോഷിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച ശവ്വാലിൽ, അതും കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് രാത്രിയിൽ പരിശുദ്ധമായ ബദർ മജ്‌ലിസിലാണ് നമുക്ക് സംഗമിച്ചിട്ടുള്ളത്. ബഹുമാന്യരായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മാസാന്തോറും നടത്തിവരുന്ന പരിശുദ്ധമായ ബദർ മജ്‌ലിസ്, അത് ശവ്വാലിലെ ഈ മാസത്തിലെ മജ്‌ലിസിലാണ് നാം. അല്ലാഹു നമുക്ക് ബദരീങ്ങളുടെ മധു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശവ്വാൽ പിറവി കണ്ടതു മുതൽ റമദാനിൽ ആദരിച്ചെടുത്തതായ ആ പ്രഭ, ആ ഇബാദത്ത്, ആ ഈമാൻ, ആ തഖ്വ ഒക്കെ മാഞ്ഞു പോയത് വളരെ വേദനാജനകമാണ്. മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മദീന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി അടക്കമുള്ള നാട്ടിൽ റമദാൻ 27 രാവിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും പുതുതായി ഇറങ്ങിയതുമായ സിനിമയുടെ തിയേറ്ററിലെ ആളിൻ്റെ ഒഴുക്കം മുസ്ലിം കൗമുകൾ വളരെ വലുതായിരുന്നു. അത് കഴിഞ്ഞ് റമദാൻ പെരുന്നാളും കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, റമദാനിൽ ആദരിച്ചെടുത്തതായ ഇബാദത്തും തഖ്വയും എന്നേക്കുമായി അസ്തമിച്ചു പോയി. ശവ്വാലിൻ്റെ പിറവി കണ്ടത് മുതൽ പിന്നെ ഹറാമങ്ങ് ഓപ്പൺ ആവാൻ, നിസ്കാരം ഖളായാലും പ്രശ്നമില്ല, പള്ളികളിൽ ഒരു വക്തിന് പോലും ആളുകൾ കാണാനില്ല, പള്ളികളുടെ അതിഥികളായി പോയി പലരും. അതിഥികളൊക്കെ അവർ സ്ഥലത്തേക്ക് പോയി, അവിടെ വീട്ടുകാർ, പള്ളിയിലെ ആളുകൾ, കുറഞ്ഞ ആളുകൾ, ഉസ്താദുമാരും കുറഞ്ഞ ആളുകൾ മാത്രം ബാക്കിയാകുന്ന ഒരു സാഹചര്യം. നന്മയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോയൊരു മാസം അല്ലേ. നമ്മൾ പറയും റമദാനായപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, റമദാനായപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. അത് പെരുന്നാൾ രാത്രി എല്ലാം ബാധ്യതയായി. എല്ലാവരും മാസം പറയാത്തത് പലിശയും കൂട്ട് പലിശ എന്ന് പറയും, ചെയ്യും. സുബ്ഹാനല്ലാഹ്. എന്നാൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ പട്ടിണി കടത്താൻ വേണ്ടിയിട്ടും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അല്ലാഹു പറയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റമദാനിൽ ചാർജ് ചെയ്ത് എനർജിയായി എടുത്ത് ആത്മാവിനെ അടുത്ത റമദാൻ വരെ ആ ചാർജ്, ആ പവർ, ആ ബാറ്ററിയുടെ കപ്പാസിറ്റി പിടിച്ചെടുത്താൻ പറ്റണം. എന്നാലേ അവനിക്ക് റമദാൻ സ്വീകാര്യമായി എന്ന് പറയാനൊക്കെ നാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ഉംറക്ക് പോയി, ഒരാൾ ഹജ്ജിന് പോയി, സ്വീകാര്യമായതിൻ്റെ ലക്ഷണം അവൻ്റെ ജീവിതത്തിൽ, നാട്ടിൽ വന്നാൽ അവൻ്റെ വാക്കിൽ, അവൻ്റെ പ്രവർത്തനത്തിൽ, അവൻ്റെ സംസാരത്തിലൊക്കെ ഉണ്ടാവും. അതുപോലെ റമദാൻ 30 തറാവീഹ് അല്ലെങ്കിൽ 29 തറാവീഹ് നിസ്കരിച്ചു, നോമ്പ് അനുഷ്ഠിച്ചു. റമദാനിൽ എല്ലാ ദിവസവും എല്ലാം ഒരു വക്ത് പോലും ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിച്ചു. ഖുർആൻ ശരീഫ് ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു. ഒരുപാട് ദിക്റും സലാത്തൊക്കെ ചൊല്ലി. പക്ഷേ കബൂലായിട്ടുണ്ടോ, റമദാൻ അനുകൂലമായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. ഏതാണ് ആ ടെസ്റ്റ്? ശവ്വാലിൻ്റെ പിറവി കണ്ടത് മുതലും അവനിക്കൊരു മാറ്റവുമില്ലാതെ അവൻ്റെ ഇബാദത്തിൽ അവൻ ശുഗലാകുന്നതാണ്, നന്മകൾ പേറി നടക്കുന്നതാണ്, നല്ല വാക്കുകൾ പറയുന്നതാണ്, ഹറാമിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്നതാണ്. നമ്മൾ റമദാൻ എങ്ങനെയായിരുന്നു ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരാഴ്ച ആയില്ലല്ലോ പിരിഞ്ഞിട്ട്. അല്ലാഹു ഇപ്പോൾ സാക്ഷി പറയുന്നുണ്ടാവും റമദാൻ. എന്നാൽ ഇന്നാടെ മകൻ, മുഹമ്മദിന്റെ മകൻ അബൂബക്കർ എൻ്റെ മൈൻഡ് ചെയ്തില്ല. അല്ലാഹ്, റമദാൻ എന്നെ നീ അവരിലേക്ക് പറഞ്ഞയച്ചിട്ട് അവരെന്നെ പരിഗണിക്കാതെ, ഞാൻ റമദാനാണെന്ന് ഘോണിക്കാതെ തോന്നിവാസികളായി നടന്നു. അല്ലാഹ്, അവനെ വെറുതെ വിടല്ലേ എന്ന് റമദാൻ പ്രതികൂലമായി സാക്ഷി പറഞ്ഞേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബേ, ഞങ്ങൾ നിന്ന് പിരിഞ്ഞ ഈ വർഷത്തെ റമദാനും നമ്മുടെ ജീവിതകാലത്ത് പിരിഞ്ഞുപോയ മുഴുവൻ റമദാനും നാളെ മഹ്ശറിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തണേ റഹ്മാനേ. ഇപ്പൊ പറഞ്ഞു വന്നത്
ഇനങ്ങോട്ട് എന്തിനും ഏതിനുമുള്ള അവകാശമായി എന്തും തോന്നിവാസം ചെയ്ത് നടക്കുക എന്ന് നാം വിലയിരുത്താൻ പാടില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരൊരു വാക്കുണ്ട്, എന്നും റമദാന് പോലെ ജീവിച്ചാൽ പെരുന്നാൾ പോലെ മരിച്ചു കളയാം. എന്തർത്ഥമുള്ള വാക്കാണ്. റമദാൻ ജീവിച്ച പോലെ തന്നെ നല്ല സുഗന്ധരമായ സ്വാലിഹായ മുത്തഖീങ്ങളിൽപ്പെട്ടതായ ആ ഒരു ജീവിതം അങ്ങ് നയിച്ചു പോയാൽ മരിക്കുമ്പോൾ അവനിക്ക് പെരുന്നാളാണ്. കലിമ തൗഹീദ് നാവിൽ നിന്ന് വരും. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് മരിക്കാൻ പറ്റും. തയ്യാറായി വേണ്ട വസിയത്തൊക്കെ ചെയ്ത് ഹക്കിടപാടിൽ നിന്ന് മോചിതനായി തയ്യാറായി റെഡിയായി മരിക്കുന്ന സ്വാലിഹീങ്ങളില്ലേ, അങ്ങനെ ദുനിയാവെന്ന് പിരിയാൻ പറ്റും. അന്ന് പെരുന്നാളാണവന്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തും മഹാന്മാരും റമദാനങ്ങ് കഴിഞ്ഞാൽ നമ്മളെ പോലെ പിന്നെ ഹറാമിലേക്ക് കിടക്കാറില്ല. ജമാഅത്ത് നിസ്കാരം കിട്ടിയാലായില്ലെങ്കിലില്ല. സുബഹി ഖളാ ആക്കുകയാണ് പലരും. അതേ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. പറയുന്ന വാക്കുകൾ പ്രവർത്തികളൊക്കെ ഹറാം ഇങ്ങനെ പെരുകി വരുന്നു, നന്മകൾ ചുരുങ്ങി വരുന്നു. പക്ഷേ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു? മഹാന്മാരെങ്ങനെയായിരുന്നു? അവർ റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസം ആ റമദാനിൽ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യും. പിന്നെ 6 മാസം വലിയവനാ റമദാൻ. അപ്പൊ നമ്മളെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും. അടുത്ത റമദാന് ഞാനോ നിങ്ങളോ ഇവിടെ ഉണ്ടാവോ ഖബറുണ്ടോ നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് അടുത്ത റമദാൻ എത്തിച്ചേരുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റമദാന് പോലെ തന്നെ ശവ്വാലിലും ദുൽഖഅദയിലും ദുൽഹജ്ജ് മാസത്തിലും മുഹറമിലൊക്കെ ജീവിക്കണം. ആ ചാർജ് ചെയ്തത് അടുത്ത റമദാനെത്തും വരെ ആ ബാറ്ററി കപ്പാസിറ്റി നമുക്കുണ്ടാവണം. ആ എന്താണ് ഇബാദത്ത്, തഖ്വയുടെ ഈമാന്റെ ചാർജ് ചോർന്നു പോകാതെ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോൾ വളരെ ആഭാസം നിറഞ്ഞ കാലഘട്ടമാണ്. കുട്ടികളൊക്കെ മദ്രസകൾ തുടങ്ങാനായി പല പേരൻസും പ്ലാനിടാണ്. മദ്രസ 7 വരെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ മതി, 5ൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ മതി. മദ്രസ വേണ്ടെന്ന് പേരൻസിന് പോലും രക്ഷിതാക്കൾക്ക് പോലും കുട്ടികളെ കാണുന്നു ഊന്നിക്കൊണ്ടവർ പോലും ആഗ്രഹിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മദ്രസ എന്നാർക്കും വേണ്ട. എന്ത് കാരണം? ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വണ്ടി 7 മണിക്ക് വരും. ആ കുട്ടീനെ പാവത്തിന് ഉറക്കം ഒഴിച്ച് ഉറക്കം തൂങ്ങി ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവിടേക്ക് മുമ്പേ എത്തിച്ചേരും. 9:10 സ്കൂൾ തുടങ്ങും. വൈകുന്നേരം 3:30 സ്കൂൾ വിടും. ഇവിടെ 6 മണി എത്തിച്ചേരും. യാത്രയിൽ ആ കറക്കത്തിൽ ആ കുട്ടി ഉറക്കത്തിലും തൂക്കത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ എത്രയോ നല്ല വെയിറ്റുള്ള ബാഗും താങ്ങി ഇങ്ങനെ പോവാണ്. വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഇവിടെ പഠിക്കാൻ എവിടെ, പിന്നെ നന്മകൾ പഠിക്കാൻ നിസ്കരിക്കാൻ എവിടെ പറ്റുന്നു, ഖുർആൻ ഓതാൻ എവിടെ പറ്റുന്നു. അങ്ങനെ ആത്മീയതയും ദീനും വെടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം, മദ്രസകൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം മദ്രസ മറ്റൊന്ന് തുറന്നു. എത്ര കുട്ടികൾ കുറഞ്ഞു പോയവരോ മദ്രസയിൽ കണക്കെടുത്ത് നോക്കിയാൽ 5 പോയവർ, 6 പോയവർ, 7 പോയവർ, 8, 9, 10 വേണ്ട. ചിലടത്ത് കമ്മിറ്റിക്കാരെന്ന് പറയാണ് 7 വരെയൊക്കെ മതി. എന്ത് മതി? ദീനല്ലേ പഠിക്കൽ നിർബന്ധം, ശരീഅത്ത് പഠിക്കണ്ടേ? ഇന്ന് വഖഫ് ബോർഡ് ഭേദഗതി ബില്ല് ലോകസഭയിൽ പാസ്സാകുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അതിനുള്ള വിമർശനങ്ങളും ചർച്ചകളും നടത്തപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നാം അതെന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതൊരിക്കലും വർഗീയതയല്ല. മദ്രസകൾ വർഗീയതയുടെ കേന്ദ്രങ്ങളല്ലെന്ന് ഹൈന്ദവരാ പറഞ്ഞത്. എത്രയോ ഹൈന്ദവ നേതാക്കളാ പറഞ്ഞത്, ക്രിസ്ത്യൻ നേതാക്കളാ പറഞ്ഞത്. അവിടെ എന്താ പഠിക്കുന്നത്? അവിടെ അഖ്ലാഖ് പഠിക്കുന്നു, സ്വഭാവശാസ്ത്രം പഠിക്കുന്നു, വിശ്വാസശാസ്ത്രം പഠിക്കുന്നു, ഖുർആന്റെ വിശദീകരണം പഠിക്കുന്നു. അവിടെ പറയുന്നു, ഒരു മതത്തിൻ്റെ ആരാധനത്തെയും ഒരു അമ്പലങ്ങളെയും ഒരു ചർച്ചകളെയും നിങ്ങൾ പരിഹസിക്കരുത്. അവിടെ നിന്ന് ഒരു പിടി മണ്ണെടുക്കാനുള്ള അർഹത നമുക്കില്ല. അവരെ കളിയാക്കാനുള്ള അവകാശം നമുക്കില്ല. അവരവരുടേതായ നിലയിൽ ആരാധിക്കണം, നമ്മൾ നമ്മുടേതായ നിലയിൽ ആരാധിക്കണം എന്നാണ് ഖുർആനിൽ പറഞ്ഞത്, പഠിപ്പിച്ചത്. ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും വർഗീയതവാദിയാകില്ല. ഹൈന്ദവ മതത്തിലും അവരുടേതായ രാമായണങ്ങളിലും ഐതിഹാസങ്ങളിലും പറയുന്നത് തന്നെയാണ് വർഗീയതക്കെതിരെയാണ്. ബൈബിളും വർഗീയതക്കെതിരെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാ മതങ്ങളും വർഗീയത ഒരിക്കലും വെച്ച് പിളർപ്പിക്കുന്നില്ല.
തീർച്ചയായും ഭീകരവാദമോ തീവ്രവാദമോ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും നന്മകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വന്നത്, നമ്മൾക്ക് മദ്രസകൾ ഒന്നും കൂടി ഉഷാറാക്കണം. നന്മകൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. മദ്രസയുടെ അഭാവങ്ങൾ തന്നെയാണ് MDM-നും ലഹരി കടിമപ്പെട്ട് സ്വന്തം ഉമ്മയ്ക്ക് കഴുത്തെ അറുക്കാൻ മടിക്കാത്ത കുട്ടികൾ, സ്വന്തം ഉപ്പയെ ഘടാരം കൊണ്ട് കുത്തിമലർത്താൻ മടിക്കാത്ത മക്കൾ, സ്വന്തം ടീച്ചറിനെയും മാഷിനെയും സ്വന്തം ജ്യേഷ്ഠൻ അനുജന്മാരെയും കുത്തിമലർത്താനും കൊന്നുകളയാനും മടിക്കാത്ത മക്കൾ ഇന്ന് വളർന്നു വരുന്നതുകൊണ്ടാണ്. ആത്മീയതയില്ലാത്തത് കൊണ്ടാണ്. മദ്രസയിൽ ആത്മീയതയും അതുപോലെ തന്നെ മതപരമായ ചിട്ടകളും പഠിപ്പിച്ചു കൊടുത്ത് ഒരു കുട്ടിയെ ശുദ്ധീകരിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് അവിടെയിൽ കുട്ടികളെ ചേർത്തുകൊണ്ട് അവർക്ക് നന്മകൾ പഠിപ്പിച്ചുകൊണ്ട് നല്ല മക്കളാക്കി വളർത്തിയെടുക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലഅല്ലകും തത്തഖൂൻ, അതൊരിക്കൽ അവസാനിക്കുന്നില്ല. എപ്പോഴും തഖ്വയുള്ളവരാണ്. തഖ്വല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തഖ്വയുള്ളവരായി ജീവിച്ച് മുസ്ലിമാകാതെ മരിച്ചു പോകരുത്. യഥാർത്ഥ ഈമാനോട് മരിക്കണം എന്ന് പറയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് ഈ പറഞ്ഞതിൻ്റെ ഏക തുക റമദാൻ കഴിഞ്ഞാലും പള്ളിയുണ്ട്, അവിടെ ഖുർആനും ഉണ്ട്, നന്മകളും ഉണ്ട്, നിസ്കാരങ്ങളും ഉണ്ട്, ഇമാമത്തുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതവും നന്നായി ജീവിച്ച് തീർക്കണം. അല്ലാഹു ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് മരിക്കുമ്പോൾ പെരുന്നാൾ പോലെ ഈമാനോടെ മരിക്കാൻ പറ്റണം. ഖുർആൻ പഠിക്കുന്ന കേന്ദ്രങ്ങളാണ് മദ്രസകൾ. അവിടെ കുട്ടികൾ ചേർത്തുകൊണ്ട് മദ്രസകളൊക്കെ വളരെ വിപുലമാക്കി എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മത്തായി സ്ഥാപനത്തിൻ്റെ നിങ്ങൾക്ക് സഹായ സഹകരണം ഉണ്ടാവണം. ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അതിന് വേണ്ടി നല്ലോണം സഹായിക്കുന്ന സാന്ദർഭിക മുടച്ചാണ്. ഈ മജ്‌ലിസിന് ഒരുപാട് ചിലവുണ്ട്, വേറെ വരുമാനമൊന്നുമില്ല. ഇവിടെ നിൽച്ചാൽ എൻ്റെ മജ്‌ലിസിൻ്റെ ചിലവ് ആവണം. അതുകൊണ്ട് നിങ്ങൾ ഓരോ നിങ്ങൾ നീയത്ത് വെച്ചാലും ഇൻഷാ അല്ലാഹ് 1000 പറ്റുന്നവർ 1000 ഇങ്ങനെ കരുതി വെക്കുക. 313 പറ്റുന്ന 313 അങ്ങനെ കരുതി വെക്കുക. ഇൻഷാ ഉള്ള സംഭാവനകൾ തന്നിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശുദ്ധരായ ബദരീങ്ങളെ മജ്‌ലിസ് വെച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും ചെറുതാകൂല. അള്ളാഹു അത് കബൂലാക്കിയിട്ട് വലിയ മഹത്വം ഇരുവീട്ടിൽ നൽകും. സമ്പത്തിൽ ബർക്കത്ത് അള്ളാഹു നൽകും. അള്ളാഹു തരത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ സിദ്ദീഖ് ലത്തീഫ് ഉസ്താദ് ഒരുപാട് ദരീങ്ങളെ മഹത്വമൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. കിട്ടുന്നില്ല. അവിടുത്തെ ഉമ്മയും വാപ്പയൊക്കെ ഖബറിലാണ്. അവർ ചെയ്ത നന്മയുടെ എല്ലാ സവാബിനെയും ആ ഉപ്പയ്ക്ക് ഉമ്മക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവർ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. നമ്മൾ മരിച്ചുപോയ മുഴുവൻ ആളുടെയും ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. റഹ്മത്തുക യാ അർഹമർ റഹീം.